ഹലോ ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ ചെറിയ ഒരു ചെടിയെല്ലാം നടുന്ന ഒരു പരിപാടിയായിരുന്നു. ഇവിടെ നല്ല മഴയാണ്, ഒരു നിവൃത്തിയില്ലാത്ത മഴയാണ് ഇന്നലെ തൊട്ടേ. അപ്പോൾ ഇന്നിപ്പോൾ അല്പം തോർന്ന സമയത്ത് ഞാനിവിടെ കുറേ പോട്ടുകളിൽ മണ്ണൊക്കെ ഒരുക്കി വെച്ചിട്ട് റോസും പിന്നെ ബോഗൺവില്ലയും സെറ്റ് ചെയ്ത് വെച്ചു. അതൊരു 10 വയ്ക്കുമ്പോഴാണ് ബോഗൺവില്ലയൊക്കെ ഒരെണ്ണം പിടിച്ച് കിട്ടുന്നത്. അപ്പോൾ ഇത്രയും പോട്ടുകളിൽ വെച്ചു. ഇനിയും പോട്ടുണ്ട്, ഞാൻ വെച്ചില്ല. എല്ലാം കൂടി വെച്ച് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അതുകൊണ്ട് ഇത്രയും പോട്ടുകളിൽ വെച്ചു. പിന്നെ നമുക്ക് സാധാ പ്ലാന്റ്സുകളും കുറേ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയും പോട്ടുകൾ വാങ്ങി വെച്ചിട്ടുണ്ട്. സാധാ പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോ ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും. 2 ദിവസം കൊണ്ട് ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് ഉള്ളതുകൊണ്ടാണ് സാധാ പ്ലാന്റ്സിൻ്റെ വീഡിയോ ഇടാൻ പറ്റാത്തത്. അതുപോലെ തന്നെ നല്ല മഴയുമാണ്. അപ്പോൾ ഇത്രയും പോട്ടുകളിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം ബോഗൺവില്ല ഒരു വെറൈറ്റിയുടെ ഞാൻ പിക്ക് ഇടാം. അപ്പോൾ അതിലുള്ള കട്ടിങ്സ് വേണമെന്നുണ്ടെങ്കിൽ തരാം. ഒരു കട്ടിങ്ങിന് 25 രൂപയാണ്. ആ ഫ്ലവർ പിക്ക് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. അപ്പം വേണ്ടവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. നല്ല ഫ്ലവറാണ്. അപ്പോൾ ഇത്രയും ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഉണ്ട് കട്ടിങ്സ്. വച്ച് പിടിപ്പിച്ച് വയ്ക്കാനുള്ള സ്പേസ് എനിക്കില്ല. ഇത്രയും പോട്ടിന് ഇനി എവിടെ വയ്ക്കട്ടെന്നാണ്. ഇവിടെ എല്ലാം നിറഞ്ഞിരിക്കുകയാണ്. ഫ്രണ്ടിലായാലും സൈഡിലായാലും ടെറസിൻ്റെ മുകളിലായാലും ബാക്കിലായാലും എല്ലാം ഒത്തിരി അങ്ങ് നിറഞ്ഞു പോയി. അപ്പോൾ ഇത്രയുമാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിലിപ്പോൾ എത്ര എണ്ണം പിടിക്കുമെന്ന് അറിയാമല്ലോ. നമ്മളൊരു 10 വയ്ക്കുമ്പോഴായിരിക്കും ഒരെണ്ണം പിടിക്കുന്നത്. എന്നാലും നമുക്കത് വച്ച് ഇത് ചെയ്യണമല്ലോ. അപ്പോൾ അതിനുള്ള സ്പേസ് ഇല്ല. കുറച്ച് റോസും വെച്ചിട്ടുണ്ട് കേട്ടോ. റോസും ഒരു പോട്ടിൽ തന്നെ 4-5 കമ്പാണ് കുത്തി വെച്ചേക്കുന്നത്. അപ്പോൾ ഒരെണ്ണം പിടിച്ചാൽ മതിയല്ലോ. ഒരെണ്ണം പിടിച്ചാലും മതി. അപ്പോൾ അങ്ങനെയാണ് വെച്ചേക്കുന്നത്. അല്ലാതെ ഒരു പോട്ടിൽ ഒരെണ്ണം വയ്ക്കാനുള്ള സൗകര്യം നമുക്കില്ല. അപ്പം വീഡിയോ എടുക്കാനും ലേറ്റായി. ഇപ്പം ഞാൻ സെറ്റ് ചെയ്തതേ ഉള്ളൂ. നല്ല മഴയായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ്. ഞാൻ നാളെ സാധാ പ്ലാന്റ്സിൻ്റെ സെൽ വീഡിയോ ഉടനെ വരുന്നുണ്ട് കേട്ടോ. ഇടുന്നതായിരിക്കും. എല്ലാം 5-10 റേറ്റ് വെച്ചാണ് ഞാൻ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ആയിരിക്കും ഇനിയും റേറ്റ് ഇടുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നുണ്ട് കേട്ടോ. അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതും കൂടെ പ്രസ് ചെയ്തിട്ടിരുന്നാൽ ഞാനിടുന്ന ഒരുപാട് വലിയ നല്ല വീഡിയോസൊന്നും അല്ല, എന്നാലും എന്നെക്കൊണ്ട് കഴിവുള്ള രീതിക്കുള്ള വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതെല്ലാം ചെയ്തിടുക. അപ്പോൾ ഇത്രയും തന്നെയാണ് എൻ്റെ വീഡിയോ. ഒരു തവള വന്നു കേട്ടോ. അതാണ് ഞാൻ അങ്ങോട്ട് നോക്കിയത്. ഭയങ്കര ശല്യം. താമരയാമ്പലും ഒക്കെ ഉള്ളത് കൊണ്ട് കണ്ട എൻ്റെ അടുത്തേ വന്നപ്പോൾ ഞാൻ പേടിച്ചു പോയി. അതാണ് ജസ്റ്റ് ഒന്ന് മിസ്സായത് വീഡിയോ. നീ കയറി ചിലപ്പോൾ അകത്ത് കയറി വന്ന് കളയും കേട്ടോ. നമുക്ക് അറിയാൻ പാടില്ല. ഈ താമരയും വന്നത് മഴയാവുന്ന സമയത്ത് നമുക്ക് അറിയാമല്ലോ. തവള വിളിയോടെ വിളിയാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് താമരയാമ്പലും ഉള്ളതുകൊണ്ട് വിളിയുടെ ഒരു മുഴക്കം തന്നെയാണ്. ഇപ്പോൾ ഈ സന്ധ്യ സമയത്ത് വന്നു. ഇനി ഏതെങ്കിലും പോട്ടുകളിലോ ഏതെങ്കിലും നമ്മൾ വെച്ചേക്കുന്ന ചെടിച്ചട്ടിക്കകത്തോ കയറിയിരുന്നളയും. ഇതൊക്കെ തന്നെ ജോലി. അപ്പോൾ ഇത്രയും തന്നെയാണ് വീഡിയോ. എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.